ഹലോ ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കിഡ്സ്. ഇന്ന് നമ്മൾ ലെറ്റ് അസ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡെയിലി യൂസ് സെൻറ്റൻസസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെറ്റ് അസ് എന്നുള്ളത് ലെറ്റ്സ് എന്ന് നമ്മൾ ഷോർട്ടാക്കി പറയും. ഇത് എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക? നമ്മൾ ആരെങ്കിലോടും, നമ്മുടെ കൂടെയുള്ള ആരെങ്കിലോടും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ലെറ്റ് അസ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ലെറ്റ് അസ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ഉണ്ടാക്കി നോക്കിയാലോ? ലെറ്റ്സ് ഗോ. അപ്പോൾ ഇവിടെ ഈ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞതിൽ തന്നെ ലെറ്റ് അസ് ഉണ്ട്. അപ്പോൾ ലെറ്റ് അസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് ലെറ്റ്സ്. ലെറ്റ് അസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് എന്ത്? ലെറ്റ്സ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്ന് നമ്മൾ ഒരാളുടെ അടുത്ത് പറയണമെങ്കിൽ നമ്മൾ ലെറ്റ് അസ് യൂസ് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം. കളിക്കാം. ഇതെങ്ങനെ എഴുതും നമ്മൾ? അസ്. കളിക്കാം, പ്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്ന് പറയാനാണ് നമ്മൾ ലെറ്റ് അസ് യൂസ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ ഉപയോഗിക്കുക. ലെറ്റ് അസ് പ്ലേ, നമുക്ക് കളിക്കാം. ഇനി നമുക്ക് പഠിക്കാം. അതെങ്ങനെ പറയും നമ്മൾ? ലെറ്റ് അസ് സ്റ്റഡി. നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. നമുക്ക് കളിക്കാം. ലെറ്റ് അസ് പ്ലേ. ലെറ്റ് അസ് എന്നുള്ളത് നമുക്ക് ഷോർട്ടാക്കിയിട്ട് എങ്ങനെ എഴുതാം? ലെറ്റ്സ്. ലെറ്റ്സ് പ്ലേ. നമുക്ക് പഠിക്കാം. ലെറ്റ്സ് സ്റ്റഡി. നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്ന് സജസ്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത്? നമ്മൾ ലെറ്റ് അസ് യൂസ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് നമ്മൾ കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ലെറ്റ് അസ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം. നമുക്കൊരു സിനിമ കാണാം. ഇത് നമ്മൾ എങ്ങനെ എഴുതും? നമുക്ക് ചെയ്യാം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് കാണുക എന്നുള്ളത് എങ്ങനെയാണ് പറയുക? സിനിമയൊക്കെ നമ്മൾ സീ അല്ല പറയുക കേട്ടോ, വാച്ച് ആണ് പറയുക. ഇപ്പോൾ നമുക്ക് ടി വി കാണാം എന്നുള്ളത് ലെറ്റ്സ് വാച്ച് ടി വി എന്നാണ് നമ്മൾ പറയുക. നമുക്ക് സിനിമ കാണാം എന്നുള്ളതിനെ ലെറ്റ്സ് കാണാം. വാച്ച് ഒരു സിനിമ. ലെറ്റ്സ് വാച്ച് എ സിനിമ. ഓക്കെ, നമുക്ക് ഒരു സിനിമ കാണാം. ലെറ്റ്സ് വാച്ച് എ സിനിമ. ഓക്കെ, നമുക്ക് പൂക്കൾ പറിക്കാം. നമുക്ക് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ്. പറിക്കാം, പ്ലക്ക്. എന്ത്? പൂക്കൾ, ഫ്ലവേഴ്സ്. നമുക്ക് പൂക്കൾ പറിക്കാം. ലെറ്റ്സ് പ്ലക്ക് ഫ്ലവേഴ്സ്. ഓക്കെ, നമുക്ക് ഓടാം. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് റൺ. ഓടുക, റൺ. ലെറ്റ്സ്. നമുക്ക് ഓടാം. ലെറ്റ്സ് റൺ. ലെറ്റ്സ് റൺ. നമുക്ക് പാടാം. എങ്ങനെ പറയും? നമുക്ക് പാടാം. എന്നെങ്ങനെയാണ് നമ്മൾ പറയാ? സിങ്. നമുക്ക് ലെറ്റ്സ് സിങ്. നമുക്ക് എഴുതാം. ഓക്കെ, ഇതെങ്ങനെ പറയും? നമുക്ക് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് എഴുതാം. റൈറ്റ്. നമുക്ക്
നൃത്തം ചെയ്യാം. ഇതെങ്ങനെ പറയും? നൃത്തം ചെയ്യുക, ഡാൻസ്. നമുക്ക് ചെയ്യാം എന്നുള്ളതിന് നമ്മൾ എന്തു പറയും? ലെറ്റ്സ്. ലെറ്റ്സ് ഡാൻസ്. അപ്പോൾ നമുക്ക് ഓടാം, ലെറ്റ്സ് റൺ. നമുക്ക് പാടാം, ലെറ്റ്സ് സിങ്. നമുക്ക് എഴുതാം, ലെറ്റ്സ് റൈറ്റ്. നമുക്ക് നൃത്തം ചെയ്യാം, ലെറ്റ്സ് ഡാൻസ്. നമുക്ക് അത് ചെയ്യാം, ലെറ്റ്സ് ഡു ഇറ്റ്. ലെറ്റ്സ് ഡു ഇറ്റ്. നമുക്കത് ചെയ്യാം, ലെറ്റ്സ് ഡു ഇറ്റ്. നമുക്ക് പഠിക്കാം, ലെറ്റ്സ് സ്റ്റഡി. നമുക്ക് കളിക്കാം, ലെറ്റ്സ് പ്ലേ. നമുക്ക് ചാടാം, ലെറ്റ്സ് ജംപ്. ഓക്കെ, ലെറ്റ്സ് ജംപ്. ജംപ്, ലെറ്റ്സ് ജംപ്. ഓക്കെ, നമുക്കത് ചെയ്യാം, ലെറ്റ്സ് ഡു ഇറ്റ്. നമുക്ക് ചാടാം, ലെറ്റ്സ് ജംപ്. പോകാം, ലെറ്റ്സ് ഗോ. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാം എന്ന് സജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലെറ്റ്സ്. ലെറ്റ്സ് ഡു ഇറ്റ്. നമുക്കത് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസാണ് ലെറ്റ്സ്. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. നമുക്ക് ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ, ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടൺ ഇതുവരെ ക്ലിക്ക് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലാണ് എൻ്റെ വീഡിയോസ് നമ്മൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ until we see you next time, take care. Bye bye.